ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇല്ലുമിനേഷൻ ചാപ്റ്ററിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ലോസ് ഓഫ് ഇല്ലുമിനേഷൻ്റെ രണ്ട് നിയമങ്ങളുണ്ട്. ലോസ് ഓഫ് ഇല്ലുമിനേഷനെ കുറിച്ചാണ്. ഒബ്ജക്റ്റീവ്സ് നോക്കാം. അറ്റ് ദി എൻഡ് ഓഫ് ദിസ് ക്ലാസ് ട്രെയിനി ഷാൾ ബി ഏബിൾ ടു സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ലോസ് ഓഫ് ഇല്ലുമിനേഷൻ. രണ്ടാമത്തത് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈറ്റിംഗ് സ്കീമിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ ലോസ് ഓഫ് ഇല്ലുമിനേഷൻ പറയാം. ഫസ്റ്റിന് ലോസ് ഓഫ് ഇല്ലുമിനേഷൻ ആണ്. ദി ഇല്ലുമിനേഷൻ ഓൺ എ സർഫേസ് ഡിപ്പെൻഡ് അപ്പോൺ ഒരു സർഫേസിൽ പിന്നെ ഇല്ലുമിനേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ലുമിനസ് ഇൻറ്റൻസിറ്റി, രണ്ടാമത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സോഴ്സ് ആൻഡ് സർഫേസ്. ഈ ലൈറ്റ് ഉണ്ടാക്കുന്ന സോഴ്സും എത്ര സർഫേസും തമ്മിൽ പതിക്കുന്ന സർഫേസും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, രണ്ടാമത് അതാണ്. പിന്നെ ദി ഡയറക്ഷൻ ഓഫ് റേ ഓഫ് ലൈറ്റിൻ്റെ ഡയറക്ഷൻ ഡയറക്റ്റായിട്ട് പതിക്കുകയാണോ അല്ലെങ്കിൽ ചെരിഞ്ഞ പ്രതലത്തിലാണോ എന്നുള്ളതൊക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇതിനനുസരിച്ച് എന്താണ് ഈ ബൈ ഫോളോയിങ് രണ്ട് ലോകൾ പറയുന്നുണ്ട്. ഈ മുകളിൽ പറഞ്ഞ ലുമിനസ് ഇൻറ്റൻസിറ്റി, പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് സർഫേസ് ആൻഡ് ഡയറക്ഷൻ ഓഫ് റേ ഓഫ് ലൈറ്റ്, ഈ മൂന്നും കൂടി വെച്ചിട്ട് രണ്ട് ലോകൾ. ഒന്ന് ഇൻവേഴ്സ് സ്ക്വയർ ലോ, രണ്ടാമത്തത് ലാംബേർട്സ് കൊസൈൻ ലോ. ഒന്ന് ഇൻവേഴ്സ് സ്ക്വയർ ലോ, രണ്ടാമത് ലാംബേർട്സ് കൊസൈൻ ലോ. രണ്ട് ലോകളാണ് പറയുന്നത്. ഒന്നാമത് നോക്കാം, ഇൻവേഴ്സ് സ്ക്വയർ ലോ. ദിസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദി ഇല്ലുമിനേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലുമിനസ് ഇൻറ്റൻസിറ്റി ഓഫ് ദ സോഴ്സ്. ലുമിനസ് ഇൻറ്റൻസിറ്റി ആയിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് ഇല്ലുമിനേഷൻ. അതുപോലെ തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സോഴ്സ് ആൻഡ് പ്ലെയിൻ. അപ്പോൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ പറയണത് എന്താ വെച്ചാൽ ഇല്ലുമിനേഷൻ നമ്മൾ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ. ആ മൂന്ന് കാര്യങ്ങളിൽ രണ്ടെണ്ണം ഒന്നാമത്തത് ലുമിനൻസ് ഇൻറ്റൻസിറ്റി ആയിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. രണ്ടാമത്തത് എന്താണ് ഡിസ്റ്റൻസ്, ഈ സോഴ്സും എവിടെയാണോ പതിക്കുന്നത് ആ പ്ലെയിൻ പിന്നെ ഈ ലൈറ്റ് പതിക്കുന്ന സ്ഥലവും തമ്മിലുള്ള ഡിസ്റ്റൻസിന് പിന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അത് കൂടുമ്പോൾ ഇല്ലുമിനേഷൻ കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സോഴ്സ് ആൻഡ് പ്ലെയിൻ. സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇല്ലുമിനേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലുമിനസ് ഇൻറ്റൻസിറ്റി ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് പറഞ്ഞാൽ ലുമിനസ് ഇൻറ്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് ലുമിനസ് ഇൻറ്റൻസിറ്റി. എന്നാൽ ഈ പ്രൊപ്പോർഷണൽ ടു 1/d² ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് 1/d². ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സോഴ്സ് ആൻഡ് പ്ലെയിൻ. അപ്പോൾ ഈ പ്രൊപ്പോർഷണൽ ടു ഐ ഡിവൈഡ് ഈ പ്രൊപ്പോർഷണൽ ടു 1/d². ഇത് രണ്ടും കൂടി ഒരുമിച്ച് ആക്കിയാൽ ഈസ് ഈക്വൽ ടു I/d² എന്നുള്ള ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ പ്രകാരം ഇല്ലുമിനേഷൻ ഇസ് ഈക്വൽ ടു അല്ലേ ഐ എന്ന് പറഞ്ഞാൽ ലുമിനസ് ഇൻറ്റൻസിറ്റി ഡിവൈഡ് ബൈ d² എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സോഴ്സ് ആൻഡ് പ്ലെയിൻ. ഇത് കണ്ടാൽ നമുക്ക് കിട്ടും. അതാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ പറയുന്നത്. ഐ എന്ന് പറഞ്ഞാൽ ലുമിനസ് ഇൻറ്റൻസിറ്റിയാണ്, പിന്നെ ഡിസ്റ്റൻസ് ഓഫ് ദി സർഫേസ് ഫ്രം സോഴ്സ്. ഇനി ലുമിനസ് ഇൻറ്റൻസിറ്റിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ, ഇൻറ്റൻസിറ്റി ഓഫ് 1 കാൻഡില ആണെങ്കിൽ 1 കാൻഡില ആണെങ്കിൽ അത് നമുക്ക് എങ്ങനെ എഴുതാം? ഈസ് ഈക്വൽ ടു 1/d² എന്ന് വേണമെങ്കിൽ എഴുതാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ലോ പറയുന്നത് ഇല്ലുമിനേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലുമിനസ് ഇൻറ്റൻസിറ്റി ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലെയിൻ ആൻഡ് സോഴ്സ്. ഒന്നാമത്തെ ലോ അതാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ലാംബേർട്ട് കൊസൈൻ ലോ. ഇത് ഒന്നാമത്തെ ലോ പറയുന്നത് എന്താണ്? ഡയറക്റ്റ് ആയിട്ട് പതിക്കുന്ന ഒരു സ്ഥലത്താണ് നമുക്ക് പിന്നെ ഒരു സോഴ്സിൽ നിന്നും ഡയറക്റ്റായിട്ട് നല്ല പിന്നെ നേരെയുള്ള പ്രതലത്തിൽ ഒരു ലൈറ്റ് പതിക്കുന്ന സമയത്താണ് ആദ്യം പറഞ്ഞത്. ഇനി ലാംബേർട്ട് കൊസൈൻ ലോ. ഈ ലോ പറയുന്നത് അക്കോർഡിംഗ് ടു ദിസ് ലോ illumination is directly proportional to the cosine of the angle made by the normal to illuminated surface with the direction of the incident flux. ഇത് നോക്കുക, ഇത് നോർമൽ ഇല്ലുമിനേഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടാണ് ഇതിൽ പിന്നെ ഇൻസിഡൻറ്റ് റേ പതിക്കൽ ഡയറക്റ്റ് ആയിട്ടാണ്. എന്നാൽ ഈ സാധനം നമ്മൾ എന്ത് ചെയ്തു? പൊസിഷൻ 1 ആണിത്. ഇതാണ് ഫസ്റ്റ് ലോ നമ്മൾ പറഞ്ഞത്, ഇൻവേഴ്സ് കൊസൈൻ പിന്നെ ഇൻവേഴ്സ് ലോ പറഞ്ഞത്. ഇനി എന്താണ് ലാംബേർട്ട് കൊസൈൻ ലോ പറയണത്? എന്താണ്? ഇത് ചെരിച്ച് വെച്ചാൽ ഇത് ഇങ്ങനെ ചെരിച്ച് വെച്ചാൽ ഇതിൻ്റെ ആംഗിൾ കൊസൈൻ ഓഫ് ദ ആംഗിൾ, ഇതിൻ്റെ കോസ്, ഈ ആംഗിളിൻ്റെ കോസും കൂടി
നമ്മളെന്ത് ചെയ്യണം, ഇതിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇലുമിനേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോസ് തീറ്റ. ഈ തീറ്റൻ്റെ എന്താണ് കൊസൈൻ ഓഫ് ദി ആംഗിൾ എന്നാണ് കോസ് തീറ്റ. കൊസൈൻ ഓഫ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദി നോർമൽ ടു ഇലുമിനേറ്റഡ് സർഫേസ് ദി ഡയറക്ഷൻ ഓഫ് ദി ഇൻസിഡൻറ്റ് ഫ്ലക്സ്. ഈ ഇതിൻ്റെ എന്താണ് ഇൻസിഡൻറ്റ് ഫ്ലക്സിൻ്റെ ഈ ഡയറക്ഷനിൽ നിന്നും ഇതിൻ്റെ എത്രയാണോ ആംഗിൾ, ഇതിൻ്റെ ആംഗിളും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. ഇതിൻ്റെ ഈ ആംഗിളിൻ്റെ കൊസൈൻ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ കൂടി ഇതിൻ്റെ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഈ പ്രൊപ്പോർഷണൽ ടു കോസ് തീറ്റ. അപ്പോൾ നേരത്തെ പറഞ്ഞത് ഡയറക്റ്റായിട്ട് ഇതിൽ പതിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഈസ് ഈക്വൽ ടു 1/d² ആയിരുന്നു, അല്ലെ I/d². ഇപ്പോൾ ഇതും കൂടി വരുമ്പോൾ എന്ത് വരും, ഈസ് ഈക്വൽ ടു I/d² ഇൻറ്റു കോസ് തീറ്റയും കൂടി വരും. ഈ കോസ് തീറ്റയും കൂടി വരും. ഇങ്ങനെ ചെരിഞ്ഞ പ്രതലത്തിലാണെങ്കിൽ ഇങ്ങനെ എന്താണ് കോസ് തീറ്റയും കൂടി വരും. അപ്പോൾ ഈസ് ഈക്വൽ ടു I cos θ / d². ഇങ്ങനെ നമുക്ക് രണ്ടാമത്തെ ലോ, ലാംബേർട്ട് കൊസൈൻ ലോ. അപ്പോൾ ഈ രണ്ട് ലോകളും വെച്ചിട്ടുള്ളൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത് എന്താണ്, ഈ എക്സാമ്പിൾ നോക്കുക. എ സ്ക്രീൻ ഈസ് പ്ലേസ്ഡ് 10 meters അപ്പാർട്ട് ഫ്രം എ സോഴ്സ്. ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്, എന്താണ് 10 meter ദൂരെയാണ് വെച്ചത് സോഴ്സിൻ്റെ. 500 candle പവറുള്ളൊരു സോഴ്സിൽ നിന്നും 10 meter അകലെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ഇനി എന്താണ്, ഡിറ്റർമിൻ ദ ഇല്ലുമിനേഷൻ ഇൻറ്റൻസിറ്റി വെൻ ലൈറ്റ് റേ ആർ കമ്മിങ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇല്ലുമിനേഷൻ ഇൻറ്റൻസിറ്റിയാണ്. ഇപ്പോൾ വെൻ ലൈറ്റ് ആർ കമ്മിങ് നോർമലായിട്ട്, ഒന്നാമത്തേതാണ് നോർമലായിട്ട് പതിക്കുമ്പോൾ. ഇനി രണ്ടാമത്തെ അറ്റാൻ ആംഗിൾ ഓഫ് 60 degree. ആംഗിൾ 60 degree ഇത് ചെരിച്ചു വെച്ചപ്പോൾ പതിക്കുന്നു. ഈ ഇത് രണ്ടും ഇവിടെ പിന്നെ ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് 10 meter ആണ് ഇത് രണ്ടും വെച്ചത്. അപ്പോൾ ഒന്ന് നോർമൽ ആയിട്ടാണ്, രണ്ടാമത്തത് ആംഗിൾ 60 degree ചെരിച്ചിട്ടാണ് വെച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, ഒരേ സോഴ്സാണ് 500 candle പവറുള്ള അതേ സോഴ്സിൽ നിന്ന് 10 meter ആണ് രണ്ടും അതിൻ്റെ ദൂരം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? സൊല്യൂഷൻ നമുക്ക് തന്നാൽ എന്തൊക്കെയാണ്, ഒന്ന് ഡിസ്റ്റൻസ് തന്നിട്ട് 10 meter ആണ്, രണ്ടാമത്തെ സോഴ്സ് ഇൻറ്റൻസിറ്റി തന്നിട്ട് 500 candle പവറാണ്, പിന്നെ ആംഗിൾ തന്നിട്ടുണ്ട് 60 degree. അപ്പോൾ ഒന്നാമത്തെ നോർമലി ആകുമ്പോൾ ആംഗിൾ ഒന്നുമില്ല, ഡയറക്റ്റായിട്ട് പതിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചെന്താണ്, ഈസ് ഈക്വൽ ടു 1/d². അപ്പോൾ ഇവിടെ 500 തന്നിട്ടുണ്ട്, 500 ഡിവൈഡ് ബൈ d 10 10². അപ്പോൾ 500 ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ 5 lumen/m². ആണ് ഇത് ഡയറക്റ്റായിട്ട് പതിപ്പിക്കുമ്പോൾ ഉള്ള ഇല്ലുമിനേഷൻ. എന്നാൽ നമ്മൾ 60 degree ചെരിച്ചു വെച്ചു. അപ്പോൾ കാണണമെങ്കിൽ ആണ് രണ്ടാമത്തെ നമ്മൾ ഇക്വേഷൻ, അല്ലേ, ഈസ് ഈക്വൽ ടു 1/d² ഇൻറ്റു കോസ് തീറ്റ. 500 ഡിവൈഡ് ബൈ 10² ഇൻറ്റു കോസ് 60, അല്ലേ, 60 degree ആണ്. അപ്പോൾ കോസ് 60 വരും. കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ ഇവിടെ നേരത്തെ കണ്ടിട്ടുണ്ട് 5 ആണ്, അല്ലേ. 500 ഡിവൈഡ് ബൈ 10² എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 ഇൻറ്റു 1/2, 60 കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ 2.5 lumen/m² ആണ്. അപ്പോൾ ഇലുമിനേഷൻ്റെ വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കുക. എന്താണ്, ഇത് പതിക്കുന്ന പ്രതലം കൂടി അനുസരിച്ചിരിക്കും. പതിക്കുന്ന പകരം ഡയറക്റ്റായിട്ട് പതിക്കുകയാണെങ്കിൽ കൂടുതൽ ഇലുമിനേഷൻ ഇൻറ്റൻസിറ്റി നമുക്ക് കിട്ടും, ചെരിഞ്ഞിട്ടാണെങ്കിൽ കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് രണ്ട് ലോകൾ. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ലൈറ്റിംഗ് സ്കീം. ഏതൊക്കെ ടൈപ്പ് ലൈറ്റിംഗ് സ്കീം ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. ദി ഇൻറ്റീരിയർ ലൈറ്റിംഗ് സ്കീം മേ ബി ക്ലാസിഫൈഡ് ആസ്. ഇൻറ്റീരിയർ ലൈറ്റിംഗ്, അല്ലേ, നമ്മൾ ലൈറ്റ് കൊടുക്കുമ്പോൾ ഇൻറ്റീരിയർ ആയിട്ട് ലൈറ്റ് കൊടുക്കുമ്പോൾ പല തരത്തിൽ, അല്ലേ, മുകളിലേക്ക് കിട്ടുന്നത്, താഴേക്ക് കിട്ടുന്നത്, രണ്ട് ഭാഗത്തേക്കും കിട്ടുന്നത്, ഇങ്ങനെ ഇതിനൊക്കെ എന്താണ് പേര്, എന്തൊക്കെ ക്ലാസിഫൈ ആണുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഡയറക്റ്റ് ലൈറ്റിംഗ്, രണ്ടാമത്തത് സെമി ഡയറക്റ്റ് ലൈറ്റിംഗ്, സെമി ഡയറക്റ്റ് ലൈറ്റിംഗ്, പിന്നെ ഇൻഡയറക്റ്റ് ലൈറ്റിംഗ്, സെമി ഇൻഡയറക്റ്റ് ലൈറ്റിംഗ്, പിന്നെ ജനറൽ ലൈറ്റിംഗ്. ഇങ്ങനെയാണ്. അപ്പോൾ നോക്കുക, ഡയറക്റ്റ് ലൈറ്റിംഗ്, സെമി ഡയറക്റ്റ്, പിന്നെ ഇൻഡയറക്റ്റ്, സെമി ഇൻഡയറക്റ്റ്, പിന്നെ ജനറൽ ലൈറ്റിംഗ്. അപ്പോൾ ഓരോന്നും എന്താ നോക്കാം. ഒന്നാമത് ഡയറക്റ്റ് ലൈറ്റിംഗ് ആണ്. ഡയറക്റ്റ് ലൈറ്റിംഗ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടൈപ്പ് ഓഫ് ലൈറ്റിംഗ് സ്കീം. ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ലൈറ്റിംഗ് സ്കീം, ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ലൈറ്റിംഗ് സ്കീമാണ് ഡയറക്റ്റ് ലൈറ്റിംഗ്. അതിലെന്താണ് പറയണമെന്ന് നോക്കാം. ഇൻ ദിസ് ലൈറ്റിംഗ് സ്കീം മോർ ദാൻ 90% ഓഫ് ടോട്ടൽ ലൈറ്റ് ഫ്ലക്സ് ഈസ് ത്രോൺ ഡൗൺവേർഡ് ടു ദി വർക്കിംഗ് പ്ലെയിൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഡീപ്പ് റിഫ്ലക്ടേഴ്സ്. ഈ ലൈറ്റിംഗ് സ്കീമിൻ്റെ, ഡയറക്റ്റ് ലൈറ്റിംഗ് സ്കീമിൻ്റെ പ്രത്യേകത, മോർ ദാൻ 90% ഓഫ് ലൈറ്റും, 90% ലൈറ്റ്, പിന്നെ ടോട്ടൽ ലൈറ്റും നമ്മൾ എന്താണ് താഴേക്ക് ത്രോ ഡൗൺവേർഡ് ടു ദി വർക്കിംഗ് പ്ലെയിൻ. വർക്കിംഗ് പ്ലെയിൻ എവിടെയാണോ അവിടേക്ക് നമ്മൾ പതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് ലൈറ്റിങ്ങിൽ
90% കൂടുതലും എന്താണ് നമ്മൾ താഴേക്ക് ലൈറ്റ് പതിപ്പിക്കുക. ഇങ്ങനെ എന്താണ് ഡീപ്പ് റിഫ്ലക്ടർ ഉപയോഗിച്ചിട്ട്, റിഫ്ലക്ടേഴ്സ് പലതരം റിഫ്ലക്ടറാണ് ഈ കാണുന്നത്. ഇത് ഡിസ്പേഴ്സീവ് റിഫ്ലക്ടർ, പിന്നെ ഡീപ്പ് ബോൾ റിഫ്ലക്ടർ, പിന്നെ ഡിഫ്യൂസിങ് റിഫ്ലക്ടർ, പിന്നെ ത്രൂ റിഫ്ലക്ടർ. ഇതൊക്കെ നമുക്ക് കണ്ട് പരിചയമുള്ളതാണ്. അപ്പോൾ മുകളിലേക്ക് ഇതിൻ്റെ ലൈറ്റ് ആകെ 10% കുറവ് ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ താഴേക്കായിരിക്കും കിട്ടുക. ഇതിനെയാണ് ഡയറക്റ്റ് ലൈറ്റിംഗ് എന്ന് പറയും. ഈ ഡയറക്റ്റ് ലൈറ്റിംഗ് ഹാസ് ലാർജ് എഫിഷ്യൻസി, ഇതിന് കൂടുതൽ എഫിഷ്യൻസി കിട്ടും. പിന്നെ എനർജി യൂട്ടിലൈസേഷൻ പോയിന്റിൽ എന്ത് ചെയ്യും, കൂടുതൽ എഫിഷ്യൻസി കിട്ടും. പക്ഷേ ഗ്ലെയർ ഈസ് ആൾവേസ് പ്രസൻറ്റ്, ഗ്ലെയർ എപ്പോഴും കൂടുതലായിരിക്കും. ഇനി നോക്കുക, സച്ച് സിസ്റ്റം ആർ യൂസ്ഡ് ഫോർ ഫ്ലഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ ലൈറ്റിംഗ്. ഇൻഡസ്ട്രിയൽ ലൈറ്റിങ്ങിലും അതുപോലെ തന്നെ ഫ്ലഡ് ലൈറ്റ് അല്ലേ, ഫ്ലഡ് ലൈറ്റിൽ ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഇത് ഉപയോഗിക്കുന്നത്, ഡയറക്റ്റ് ലൈറ്റിംഗ്. ഇനി രണ്ടാമത്തെ നോക്കുക, സെമി ഡയറക്റ്റ് ലൈറ്റിംഗ്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്, 90% ആൻഡ് എബോവ് എങ്ങോട്ടാണ്, താഴേക്ക് പതിപ്പിക്കുന്നതാണ് ഡയറക്റ്റ് ലൈറ്റിംഗ്. ഈ സെമി ഡയറക്റ്റ് ആണെങ്കിൽ എങ്ങനെ നോക്കാം, ഇൻ ദിസ് ലൈറ്റിംഗ് സ്കീം 60 മുതൽ 90% വരെ ലൈറ്റ് ഫ്ലക്സ് ഈസ് ത്രോൺ ഡൗൺവേർഡ് ടു ദി വർക്കിംഗ് പ്ലെയിൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് സെമി ഡയറക്റ്റ് റിഫ്ലക്ടേഴ്സ്. നമ്മൾ സെമി ഡയറക്റ്റ് റിഫ്ലക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് 60 മുതൽ 90%, നേരത്തെ 90%-ൽ കൂടുതലാണ് ഡയറക്റ്റ് ലൈറ്റിംഗ്. എന്നാൽ സെമി ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ 60 മുതൽ 90% താഴേക്ക് എന്താണ് നമ്മുടെ വർക്കിംഗ് പ്ലെയിനിലേക്ക് പതിപ്പിക്കുന്ന എന്താണ് സിസ്റ്റമാണ് സെമി ഡയറക്റ്റ് ലൈറ്റിംഗ്. അത് എന്തുപയോഗിച്ചിട്ടാണ്, സെമി ഡയറക്റ്റ് റിഫ്ലക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് പതിപ്പിക്കുക. ബാക്കിയുള്ളതോ, റിമൈനിങ് ലൈറ്റിംഗ് ഈസ് ടു ഇലിമിനേറ്റ് ദി സീലിംഗ് ആൻഡ് വാൾ. ബാക്കിയുള്ള ശതമാനം എന്താണ്, വാൾ പിന്നെ നമ്മൾ ചുമരിലോ അല്ലെങ്കിൽ സീലിങ്ങിലോ ഒക്കെ ലൈറ്റ് കിട്ടാനും വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്, സെമി ഡയറക്റ്റിൽ ഉപയോഗിക്കുന്ന എന്താണ് റിഫ്ലക്റ്റേഴ്സാണ്. ട്രാൻസ്ലൂസൻ്റ് ഓർ ഓപ്പൺ ടോപ്പ്, ഇവിടെ മുകളിൽ ഓപ്പൺ ആയിരിക്കും. ഇത് ഈ മോഡലുള്ള റിഫ്ലക്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെമി ഡയറക്റ്റ് ലൈറ്റിംഗ് ഉണ്ടാക്കുന്നത്. ഇത് ബെസ്റ്റ് സൂട്ടഡ് റൂംസ് വിത്ത് ഹൈ സീലിംഗ് ഉള്ള റൂമിൽ ബെസ്റ്റ് ആയിട്ട് സൂട്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഇതെന്താണ്, ഈ ടൈപ്പ് ഡിസൈൻ ടു അവോയ്ഡ് ഗ്ലയർ ആൻഡ് റെക്കമെൻഡ് ഫോർ ഓഫീസ് ആൻഡ് അതർ സ്പെസിഫിക് പർപ്പസ്. ഓഫീസിലും അതുപോലെ തന്നെ സ്പെസിഫൈ ആയിട്ടുള്ള പർപ്പസിനുമാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഗ്ലയർ കുറേ അവോയ്ഡ് ചെയ്യും. ഇനി ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് അല്ലേ, ഇപ്പോൾ ഡയറക്റ്റ് പറഞ്ഞു, സെമി ഡയറക്റ്റ് പറഞ്ഞു. ഡയറക്റ്റ് 90% ആൻഡ് എബോവ് താഴേക്ക് പതിപ്പിക്കുന്നതാണ് ഡയറക്റ്റ്. ഇനി സെമി ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ 60 മുതൽ 90% വരെ താഴേക്കും ബാക്കിയുള്ളത് മുകളിലേക്കും. അപ്പോൾ ഇൻഡയറക്റ്റ് എങ്ങനെ നോക്കാം, ഇൻ ദിസ് ലൈറ്റിംഗ് സ്കീം മോർ ദാൻ 90% ഓഫ് ലൈറ്റ് ടോട്ടൽ ലൈറ്റ് ഫ്ലക്സ് ഈസ് ത്രോൺ അപ്വേർഡ് ടു ദ സീലിംഗ് ഫോർ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഇൻവേർട്ടഡ് ഓർ ബോൾഡ് റിഫ്ലക്ടേഴ്സ്. അപ്പോൾ നോക്കുക, ഈ ലൈറ്റിംഗ് സ്കീമിൽ 90% കൂടുതൽ, ഈ ടോട്ടൽ ലൈറ്റിൻ്റെ 90% കൂടുതൽ ലൈറ്റും അപ്വേർഡ് മുകളിലേക്കാണ്, നമ്മൾ സീലിങ്ങിലേക്ക് ആണ് നമ്മൾ പതിപ്പിക്കുക. അതെന്തുപയോഗിച്ചിട്ട്, ഇൻവേർട്ടർ ഓർ ബോൾഡ് റിഫ്ലക്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഇത് മുകളിലേക്ക് സീലിങ്ങിലേക്ക് പതിപ്പിക്കുന്നതാണ് ഇൻഡയറക്റ്റ് ലൈറ്റിംഗ്. 90% കൂടുതൽ, 90% ആൻഡ് എബോവ് എന്ത് ചെയ്യും, മുകളിലേക്ക് പതിപ്പിക്കുന്നതാണ് ഇൻഡയറക്റ്റ് ലൈറ്റിംഗ്. ഇതിൽ ഉപയോഗിക്കുന്നതാണ് ഇൻവേർട്ടഡ് ബോൾ റിഫ്ലക്റ്റേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഈ സിസ്റ്റം ഓഫ് സീലിംഗ്, ഈ സിസ്റ്റത്തിൽ എന്താണ്, സീലിംഗ്സ് ആക്ട് ആസ് ദി ലൈറ്റ് സോഴ്സ്. നമുക്ക് ഈ സിസ്റ്റത്തിൽ സീലിംഗിൽ നിന്നാണ് ലൈറ്റ് വരുന്നത് നമുക്ക് തോന്നും. ആൻഡ് ദി ഗ്ലെയർ ഈസ് റെഡ്യൂസ്ഡ് ടു മിനിമം. ഗ്ലെയർ മിനിമം ആയിട്ട് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇനി ഈ റിസൾട്ടിങ് ഇലുമിനേഷൻ ഈസ് സോഫ്റ്റർ ആൻഡ് മോർ ഡിഫ്യൂസ്ഡ്. ഇതിൻ്റെ ഈ ഇലുമിനേഷൻ്റെ ഈ ലൈറ്റിൻ്റെ സിസ്റ്റത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്, സോഫ്റ്റ് ലൈറ്റ് വളരെ സോഫ്റ്റ് ആയിരിക്കും. പിന്നെ എന്താണ്, പരന്ന് ഡിഫ്യൂസ് ചെയ്ത് നല്ല എല്ലാ സ്ഥലത്തേക്കും പരന്ന ലൈറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് ഉപയോഗിക്കുന്നത് ഡെക്കറേഷൻ പർപ്പസ് ഓഫ് സിനിമാ തിയേറ്റേഴ്സ് ആൻഡ് ഹോട്ടലുകളിൽ, സിനിമാ തിയേറ്ററുകളിലൊക്കെ ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് 90%, ടോട്ടൽ ലൈറ്റിൻ്റെ 90%-ലും കൂടുതലും എന്ത് ചെയ്യും, സീലിങ്ങിലേക്ക് പതിപ്പിക്കുന്നതാണ് ഇൻഡയറക്റ്റ് ലൈറ്റിംഗ്. ഇനി സെമി ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ വിപരീതം, 60 മുതൽ 90%, ടോട്ടൽ ലൈറ്റിൻ്റെ 60 മുതൽ 90%-വും പിന്നെ മുകളിലേക്ക് സീലിങ്ങിലേക്ക് പതിപ്പിക്കണം. എന്തുപയോഗിച്ചിട്ട്, ഇത് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ ആൻഡ്
ബാക്കിയുള്ളത് 60 മുതൽ 90% സീലിങ്ങിലേക്കും ബാക്കിയുള്ളത് വർക്കിംഗ് പ്ലെയിനിലേക്ക് താഴെ വർക്കിംഗ് പ്ലെയിനിലേക്കും പതിപ്പിക്കുന്നതാണ് സെമി ഇൻഡയറക്റ്റ് ലൈറ്റിംഗ്. ഇതാണ് സെമി ഇൻഡയറക്റ്റ് ലൈറ്റിങ്ങിന് ഉപയോഗിക്കുന്നത്. അതാണ് ട്രാൻസ്ലൂസൻറ്റ് ഇൻവേർട്ടർ ബോർഡ് ആണ്. ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും 60 മുതൽ 90% വരെയുള്ള ലൈറ്റ് മുകളിലേക്കും ബാക്കിയുള്ളത് താഴേക്കും. അതാണ് സെമി ഇൻഡയറക്റ്റ് ലൈറ്റിംഗ്. ഈ ഇൻഡയറക്റ്റിൽ വിത്ത് സോഫ്റ്റ് ഷാഡോ ആൻഡ് ഗ്ലെയർ ഫ്രീ. ഇത് ഷാഡോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഷാഡോ മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ ഗ്ലെയർ ഫ്രീ ആണ്. അതുപോലെ ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ഇൻഡോർ ലൈറ്റിംഗ് ഡെക്കറേഷൻ പർപ്പസ്. ഇത് ഉപയോഗിക്കുന്നത് എന്താണ് ഇൻഡോർ ലൈറ്റിങ്ങിൽ ഡെക്കറേഷൻ പർപ്പസിനും വേണ്ടിയാണ് നമ്മൾ ഈ ലൈറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം സെമി ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് ഇപ്പോൾ 4 നമ്മൾ പറഞ്ഞു. എന്താണ് ഡയറക്റ്റ്, സെമി ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, സെമി ഇൻഡയറക്റ്റ്. 4 നമ്മൾ വ്യത്യാസം നമ്മൾ എന്താണ് ആദ്യത്തെ 2 ഒന്ന് 90% എബോ താഴേക്ക്, 60 മുതൽ 90 വരെ താഴേക്ക്. പിന്നെ ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ 90% ആകും മുകളിലേക്ക്, സെമി ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ 60 മുതൽ 90% മുകളിലേക്കും ബാക്കിയുള്ളത് താഴേക്കും. ഇനി ജനറൽ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ദിസ് സ്കീം ലാമ്പ് മെയ്ഡ് ഓഫ് ഡിഫ്യൂസിങ് ഗ്ലാസ്. ഒരു ഡിഫ്യൂസിങ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക നമ്മൾ ലാമ്പ് ഉണ്ടാക്കുക. എന്തിനെ ആർ യൂസ്ഡ് വിച്ച് ഗീവ്സ് നിയർലി ഈക്വൽ ഇല്ലുമിനേഷൻ ഇൻ ആൾ ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷനിലേക്കും ഈക്വൽ ഇല്ലുമിനേഷൻ കിട്ടുന്ന ലൈറ്റിങ്ങിനെയാണ് ജനറൽ ലൈറ്റിംഗ് എന്ന് പറയാം. അതിനു വേണ്ടി എന്ത് ചെയ്യും ഡിഫ്യൂസിങ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലാമ്പ് നിർമ്മിക്കുക. ഈ ജനറൽ ഡിഫ്യൂസിങ് ടൈപ്പ് സിസ്റ്റം ഹാസ് ഗോട്ട് ലോ എഫിഷ്യൻസി കുറവായിരിക്കും, ബട്ട് ആർ ഫ്രീ ഫ്രം ഗ്ലെയർ ആൻഡ് ഹാസ് ഗോട്ട് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റിൻ്റെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ലഭ്യമാകും. അതുപോലെ തന്നെ ഗ്ലെയർ ഫ്രീയും ആയിരിക്കും. അപ്പോൾ ജനറൽ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും ഈക്വൽ ഇല്ലുമിനേഷൻ കിട്ടുന്ന ലൈറ്റിംഗ് ആണ് ജനറൽ ലൈറ്റിംഗ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ജനറൽ ലൈറ്റിംഗ് ആണ്. അപ്പോൾ ഈ ലൈറ്റിംഗ് സ്കീമുകളെക്കുറിച്ച് നമ്മൾ ഓരോന്നും എന്താണെന്നുള്ളത് പറഞ്ഞു, അത് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഒന്നുകൂടി ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. എന്താണ് ഇതിൽ ഡയറക്റ്റ് ലൈറ്റിംഗ് ആണെങ്കിൽ താഴേക്ക് 90 മുതൽ 100% വരെ താഴേക്കാണ്. പിന്നെ എന്താണ് 0 മുതൽ 10% വരെ മുകളിലേക്കുണ്ടാവും. സെമി ഡയറക്റ്റ് ആണെങ്കിൽ 60 to 90% താഴേക്ക് ഡൗൺവേർഡ്. അപ്വേർഡോ 10 മുതൽ 40% വരെ അപ്വേർഡ് വരാം. സെമി ഇൻഡയറക്റ്റ് ആണെങ്കിൽ 10 മുതൽ 40% വരെ താഴേക്കും 60 മുതൽ 90% വരെ മുകളിലേക്കും. ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് ആണെങ്കിലോ 0 മുതൽ 10% വരെ താഴേക്ക് ഉണ്ടാവുള്ളൂ, 90 to 100% മുകളിലെ സീലിങ്ങിലേക്കും ആയിരിക്കും. ഇനി ജനറലാണെങ്കിൽ 50% to 50% താഴേക്കും മുകളിലേക്കൊക്കെ ഏകദേശം ഈക്വൽ ലൈറ്റിംഗ് കിട്ടും. അപ്പോൾ ഇതാണ് ലൈറ്റിംഗ് സ്കീം. അപ്പം നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്നാമത് സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദി ലോ ഓഫ് ഇലുമിനേഷൻ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൈറ്റിംഗ് സ്കീമും നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ എല്ലാവരും കണ്ട് മനസ്സിലാക്കി പഠിക്കുക. ഇനി അടുത്ത നെക്സ്റ്റ് ലെസൺ ടൈപ്പ് ഓഫ് ലാമ്പാണ്. എന്തൊക്കെ ടൈപ്പ് ലാമ്പുകളുണ്ട് അതിനെക്കുറിച്ചുള്ള ക്ലാസ്സാണ് അടുത്തത്. അപ്പോൾ ടൈപ്സ് ഓഫ് ലാമ്പാണ് നെക്സ്റ്റ് ലെസൺ. എല്ലാവരും ഇന്നത്തെ ക്ലാസ് കണ്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും നന്ദി.